ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇത് നാജിയ, നമ്മുടെ ഡോക്ടർ JP's ക്ലാസ്സസിലെ സ്റ്റുഡൻ്റ് ആണ്. കാസർഗോഡ് നിന്ന് വരുന്നു. നീറ്റ് 2024 ഒക്കെ എഴുതി നല്ലൊരു മാർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നാജിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. നാജിയ, മോളൊരു റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണല്ലേ? അതെ. ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എത്രയായിരുന്നു മാർക്സ്? ഫസ്റ്റ് ടൈം എനിക്ക് 576 ആയി. 576 ആയിക്കോട്ടെ. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എഴുതി ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്കറിയാം നല്ല സ്ട്രഗിൾസ് ആണ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ആ ഒരു മാർക്ക് കിട്ടിയിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോവാതെ റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കാരണം മോളിപ്പോൾ അന്ന് റിപ്പീറ്റ് ചെയ്യാതെ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോകുമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വിജയം നോക്കിപ്പോൾ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഡ്രീം കോളേജായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS കിട്ടുന്ന വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഒരു വർഷം മുന്നേ എടുത്തൊരു ഡിസിഷനാണ് മോളിപ്പോൾ ഈ ഒരു വിജയത്തിൽ എത്തിച്ചത്. അപ്പോൾ കുറേ കുട്ടികൾ നീറ്റ് ഇപ്പോൾ എഴുതി നല്ലൊരു വിജയം കിട്ടാതെ ഇനി വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോകണോ അതോ റിപ്പീറ്റ് ചെയ്യാൻ പോകണോ എന്നൊക്കെ ഡൗട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് നാജിയക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതന്നെ എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചു. ഈ ചിലപ്പം ദൈവം ഈ പ്രാവശ്യം നിങ്ങൾക്ക് തരാതിരുന്നത് അടുത്ത പ്രാവശ്യം ഇതിലും നല്ലൊരു വിജയം തരാനായിരിക്കുമെന്ന്. ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ വീണ്ടും വന്നത്. കാരണം അത്രയും ആഗ്രഹമാണ് MBBS എന്ന് പറയുന്നത്. എനിക്ക് എന്നെ വേറൊരു പ്രൊഫഷനിൽ എനിക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരേ പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ കോഴ്സിന് പോയാലോ. എനിക്ക് കുറച്ചൊരു ഞാൻ ഒരു അല്ല വേണ്ട ഇതന്നെ എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇതിന് പഠിക്കുന്ന പിള്ളേർ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ബേജാറാവും. അപ്പം ഇപ്പം ഒരു എക്സ്പെക്റ്റ് ചെയ്ത പോലെ നല്ല വാങ്ങി പെർഫോം ചെയ്യാൻ പറ്റാത്ത പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഡ്രീമിന് വേണ്ടി നമ്മൾ ഒരു വർഷം കൂടി മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഈ സമയമൊക്കെ ഞാൻ ഭയങ്കര വലിയൊരു ഡിപ്രഷൻ പോലത്തെ ഒരു അത്രയും വിഷമത്തിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ എത്രയോ ഇരട്ടി സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അത്രയും നല്ലൊരു സ്കോർ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ നല്ലൊരു സ്കോർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി മോൾക്ക് ഇവിടുത്തെ ഒരു ഹോസ്റ്റൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച്, ഹോസ്റ്റലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, പഠിക്കാനൊക്കെ എങ്ങനെയാണ്, അതൊക്കെ പറയാൻ പറ്റും? ഹോസ്റ്റലിൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാം. നമുക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ റൂമിലൊന്നും അലൗഡ് അല്ലായിരുന്നു. നമുക്ക് ഇപ്പം എൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, നമുക്ക് ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പം അവർക്ക് ആ ഒരു ഇതിലേ ഇരിക്കാൻ പറ്റും പഠിക്കുമ്പോൾ ഒക്കെ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊന്നും സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്കെങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ആദ്യം റിപ്പീറ്റ് പഠിച്ച റിപ്പീറ്റ്. ഇപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ സൗകര്യം അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഹോസ്റ്റലൊക്കെ വാർഡനായാലും ഹോസ്റ്റൽ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഭയങ്കര ഫാമിലി പോലെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസിനെ പറ്റി, അതായത് നമുക്ക് ഓരോ സിംഗിൾ സ്റ്റുഡൻസിനും ഓരോ സിംഗിൾ ടീച്ചറെ പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു ഡൗട്ട് ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഡൗട്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തൊട്ടേ നമ്മളടുത്ത് എപ്പോഴും ഹോസ്റ്റലിൽ ഒരു സാർ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡൗട്ട് ക്ലിയറൻസിന് അങ്ങനെ നമ്മളിങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആകുമ്പം ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് ഓൺ ദി സ്പോട്ട് നമുക്ക് ഡൗട്ട് വരുന്ന സമയം ഇടാം. ഒരു ഹോസ്റ്റലിൽ ഒരു ഗ്രൂപ്പ് ഒരാൾ, അങ്ങനെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ സാർമാർക്ക് നമുക്ക് അഥവാ സാർമാർ നോട്ടീസ് ചെയ്യുമ്പോൾ എഴുതിനെങ്കിൽ നമ്മൾ വിളിച്ചാൽ അപ്പം നമുക്ക് അതിനുള്ള ആൻസർ തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന് ഒരു സിംഗിൾ ഫാക്കൽറ്റി എന്നുള്ള രീതിക്ക് പോലും അതെ നമുക്കിപ്പം ഒരുപാട് പിള്ളേരുണ്ടാകുമ്പം നമുക്കൊരു ചെറിയ ഡൗട്ടാണെങ്കിൽ ചോദിക്കാനൊരു മടി എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് മാത്രം അറിയാത്താണോ എന്നുള്ള. പക്ഷേ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സിംഗിളായിട്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമുക്ക് മാത്രം പറഞ്ഞു തരാനൊക്കെ ഒരു സാറിന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇനി നീറ്റ് 2025 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. അവരൊക്കെ ആയിരിക്കും അധികവും നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നാജിയയ്ക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഒരു 2 വർഷത്തെ പ്രിപ്പറേഷൻ ജേർണിയിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അതിൽ ഒരുപാട് അപ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ഡൗൺസ്, അപ്സിനേക്കാൾ കൂടുതൽ ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവും. ഓരോ തവണ എക്സാംസ് എഴുതുന്ന സമയത്ത് മാർക്സ് ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് ടെൻഷൻ കയറും. കാരണം ഇത്ര വർക്ക് ചെയ്തിട്ടും മാർക്സ് കിട്ടുന്നില്ലല്ലോ, ഇനി ഫൈനൽ നീറ്റ് എന്താവും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ. ആ ഒരു ഫേസ് എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു ഫേസാണ്. നമുക്ക് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ അതുണ്ടാവും. കാരണം ഇപ്പം നീറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. രാവിലെ എണീക്കുന്നു, സിനിമ കാണുന്നു, കുട്ടികളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കഥ പറയുന്നു. ഇതായിരിക്കും ഇപ്പോഴത്തെ ഒരു ലൈഫിലെ ഇതെന്ന് പറയുന്നത്. പക്ഷെ 2 വർഷങ്ങൾക്ക് മുന്നേ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഫാമിലിയായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ
ഫ്രണ്ട്സുമായിട്ടൊരു ബന്ധമില്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല. അപ്പം അത്രയും സ്ട്രഗിൾസ് നമ്മൾ അനുഭവിച്ചിട്ട് ഇപ്പം നമ്മൾ രണ്ടുപേര് പറയുകയാണെങ്കിൽ അപ്പോൾ മോക്ക് നീറ്റ് 2025 എഴുതുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. നീറ്റ് 2025 എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അപ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് ഡൗൺസ് ഉണ്ടാവും. നമ്മൾ എക്സാംസിനൊക്കെ ചിലപ്പം ഓരോ എക്സാമിനൊക്കെ ഭയങ്കര താഴ്പോവും അപ്പോൾ നമ്മൾ വീക്ക് പോയിന്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അല്ലാതെ നമ്മൾ അതിന് ബേജറായിട്ട് ഇരുന്നാൽ ആടെ ഇരിക്കലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ താഴ്ചയിലും നമ്മൾ അതിനേക്കാളും വേഗത്തിൽ ഉയരാൻ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഫാമിലി വിട്ട് നിൽക്കുന്ന ഒരു ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അതിനേക്കാൾ എത്രയോ മനോഹരമായ ഒരു ദിവസമുണ്ട്, അത്രയും സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസം വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അത് മനസ്സിലാക്കിയാൽ അപ്പം നമുക്ക് ബേജാറ് അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് അത് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോഴാണ് ഭയങ്കര. അപ്പോൾ നാസി ഇപ്പം നല്ലൊരു മാർക്ക് 680+ ഒക്കെ മാർക്കൊക്കെ സ്കോർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് നാസിയുടെ ഡ്രീം കോളേജ്. അപ്പം കട്ട് ഓഫ് ഇത്തവണ ഹൈ ആവുമോ എന്നൊക്കെ പേടിച്ചിട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നാസിക്ക് സീറ്റ് കിട്ടട്ടെ. അപ്പം MBBS ഒക്കെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരികയാണെങ്കിൽ അവൾ എൻ്റെ ജൂനിയർ ആയിരിക്കും. നമുക്ക് അവിടുന്ന് കാണാം. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.